പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ചൊവ്വാഴ്ച ദിനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 94:19. അവിടെ വചനം വെളിപ്പെടുത്താണ്: എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലത വർദ്ധിക്കുമ്പോൾ, നമുക്കറിയാമല്ലേ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഉറപ്പിക്കുക, അത് പ്രശ്നം, ഇത് പ്രശ്നം. ഓരോ വർഷം കഴിയുന്തോറും ആകുലതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ പഠിച്ചൊരു സഹോദരി, അവളെ കഴിഞ്ഞ ദിവസം കണ്ട പറയായിരുന്നു, സജു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു അല്ലേ, 10ാം ക്ലാസ്സിൽ മാർക്ക് ഉണ്ടാവുമായിരുന്നു, എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടുമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പിന്നെ PDC ആയി, പിന്നെ PDC കഴിഞ്ഞപ്പോൾ ഒരു ജോലി കിട്ടുമെന്നുള്ളതായി, അങ്ങനെ ജോലി കഴിഞ്ഞപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ മക്കളുണ്ടാവുമെന്നായി, അങ്ങനെ മക്കളുണ്ടായി, പിന്നെ അവരെ കുറിച്ചിട്ടുള്ള ആകുലതകളായി. ഇങ്ങനെ പറയുമായിരുന്നു. അതായത് ഈ ഓരോ വർഷം കഴിയും തോറും എനിക്ക് ടെൻഷനൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വചനത്തിൽ വെളിപ്പെടുത്തുന്നത്. ആ വചനം ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? നമുക്കൊന്ന് വായിച്ചാലോ? എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ, പ്രത്യേകതയാണ്, അങ്ങ് നൽകുന്ന, ഈശോ നൽകുന്ന ആശ്വാസം, അത് ചുമ്മാ ഒരു സമാശ്വാസം അല്ല, സാരല്ലേ അങ്ങനെ പറയലല്ല. ഈശോ നൽകുന്ന ആശ്വാസത്തിൻ്റെ പ്രത്യേകത അതെന്നെ ഉന്മേഷവാനാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രിയ സഹോദരങ്ങളെ, ആകുലതകളും ഉത്കണ്ഠകളൊക്കെ വരുമ്പോൾ ഈശോയുടെ അടുക്കിലേക്ക് വരിക. ഈശോ നമുക്ക് ഉന്മേഷം നൽകും. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ ഇന്ന് ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ പല പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ തളർന്നിരിക്കുകയാണ് കർത്താവേ. ഞങ്ങൾക്ക് ശക്തമായ ഒരു ഉന്മേഷത്തോടു കൂടി ഈശോയുടെ ആശ്വാസം അനുഭവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.